പഴം തിന്ന് ആ പഴത്തിൻ്റെ തൊലി മണ്ണിലേക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ ഒന്ന് അലിഞ്ഞിട്ട് ഒന്ന് വളമാവെന്ന് പറയുന്ന പോലെ തന്നെ മണ്ണിലൂടെ എന്താണ് നമുക്ക് കിട്ടുന്നത് അത് മണ്ണിലൂടെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുക, നമ്മളെ മണ്ണിൽ തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മൾ മണ്ണിൽ ജൈവാംശം കറക്റ്റായിട്ട് നിലനിൽക്കും. അപ്പോൾ നമ്മൾ കൃഷി ചെയ്താൽ അതിൽ നിന്ന് കായ്ഫലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പോഷകവും നമുക്കും കിട്ടും. ഓക്കെ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ പല വീഡിയോയിലും നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതുവെച്ചാൽ എന്നോട് വീണ്ടും ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ രാസവളം മണ്ണിൽ കൊടുത്താൽ എന്താണ് കുഴപ്പം, നമ്മൾ ജൈവവളം കൊടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതൊക്കെ പലരും എതിർക്കുന്നവരുണ്ട്, പലരും സപ്പോർട്ട് ചെയ്ത് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുള്ള പറച്ചിലൊന്നുമല്ല കേട്ടോ. കാരണം ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ ഏകദേശം നിങ്ങൾക്ക് സാമാന്യ രീതിയിൽ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ NPK 19 അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു രാസവളം നമ്മൾ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൽ അത് വാട്ടർ സോള്യൂബിൾ ആയിരിക്കും. അതുവെച്ചാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 20% 30% ഒക്കെ അത് ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 60% അത് വേസ്റ്റ്, 70% വേസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് വേസ്റ്റായിട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് നേരിട്ട് മണ്ണിലേക്ക് ഇറങ്ങി പോയിട്ട് നമ്മളെ മണ്ണിൽ ഭൂഗർഭ ജലാശയം ഉണ്ട്, അതിലേക്ക് മിക്സ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മണ്ണിനെ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം മണ്ണിലുള്ള ജൈവാംശം നഷ്ടപ്പെടും, അതേപോലെ തന്നെ മണ്ണിലുള്ള സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. ചെടിക്ക് കിട്ടുന്നതോ ചില ഒരു 30% മാത്രമേ ആ മൂലം കിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളെ മണ്ണിൽ ഓർഗാനിക് കാർബൺ വേണം. വെച്ചാൽ നമ്മൾ ജൈവ രൂപത്തിൽ കൃഷി ചെയ്യുമ്പോഴാണ് ഓർഗാനിക് കാർബൺ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോഴാണ് നമ്മുടെ മണ്ണിൽ ധാരാളമായിട്ട് സൂക്ഷ്മ ജീവാണുക്കളൊക്കെ ഉണ്ടാവുക. കാരണം ഈ സൂക്ഷ്മ ജീവാണുക്കൾ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മളതിൽ മണ്ണിൽ പല രീതിയിലുള്ള മൂലകങ്ങളും ഉണ്ടാവുള്ളൂ, ഓർഗാനിക് ആയിട്ടുള്ള മൂലകങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മൂലകങ്ങൾ നമ്മൾ ഈ രാസവളം കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കൊടുക്കുന്നതെന്നാണ്, ഇപ്പോൾ രാസവളം നമുക്ക് കിട്ടുന്ന മാക്സിമം ഇപ്പോൾ പ്രധാന മൂലകം, സെക്കൻഡറി മൂലകം, അതേപോലെ സൂക്ഷ്മ മൂലകങ്ങൾ ആകെ 16 നമുക്ക് കിട്ടുന്ന 6 നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതല്ലേ രാസവളത്തിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്നുള്ളൂ. പക്ഷെ നമുക്ക് മൂലകങ്ങൾ അത്ര മാത്രമൊന്നുമല്ല, 92ഓളം മൂലകങ്ങൾ നമുക്ക് ഓർഗാനിക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൂലകങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ജൈവ രൂപത്തിൽ കൃഷി ചെയ്ത് പോകുമ്പോഴാണ് സൂക്ഷ്മ ജീവാണുക്കൾ അത് ഫോം ചെയ്ത് മൂലകങ്ങൾ നമ്മുടെ മണ്ണിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ രാസവളം കൊടുക്കുമ്പോൾ ഈ മൂലകങ്ങളൊക്കെ അവിടെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കുറവ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ രാസവളം മാത്രം നമ്മൾ മണ്ണിൽ കൊടുത്ത് കൃഷി ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിന് ഫ്രൂട്ട് ഉണ്ടാവും. കറക്റ്റാണ്, നമ്മൾ കറക്റ്റായിട്ട് രാസവളം കൊടുക്കുക വെച്ചാൽ അതിന് കായ്ക്കും, അതിൽ ഫ്രൂട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ പണ്ട് കാലത്ത് ഇപ്പോൾ പലരും ഗവേഷണം നടത്തിയിട്ട് പറയുന്നതാണ്, ഇപ്പോൾ ഒരു ക്യാരറ്റ് നമ്മൾ തിന്നതിന്, പണ്ടൊരു ക്യാരറ്റ് തിന്നതിന് സമായിട്ട് ഇന്ന് 7 ക്യാരറ്റോളം നമ്മൾ തിന്നണം, എന്നാലേ ആ ഒരു പോഷകം കിട്ടുള്ളൂ എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു ആപ്പിൾ തിന്നതിന് പകരമായിട്ട് ഇന്ന് 10 ആപ്പിൾ തിന്നാലേ ആ പോഷകം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു മനുഷ്യന് ഒരു ആപ്പിൾ നമുക്ക് തിന്നാൻ പറ്റും, അതേ സ്ഥാനത്ത് 10 ആപ്പിൾ ഒരു മനുഷ്യന് ഒറ്റയടിക്ക് തിന്നാൻ പറ്റില്ല, അത് പോസിബിൾ അല്ല. അപ്പോൾ ആ പോഷകം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 10 ആപ്പിൾ തിന്നേണ്ട ഗതിയാണെന്ന്. അതെങ്ങനെയാണ് വരുന്നത്? ഇതേപോലെ നമ്മൾ രാസവളങ്ങൾ കൊടുത്തത് കൊണ്ട്. കാരണം സംഭവം കായ്ക്കും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ഇതിൻ്റെ ഈ പോഷകങ്ങൾ കിട്ടൽ എങ്ങനെയാണ്? നമ്മൾ ആ ഓർഗാനിക് ആയിട്ട്, ഞാൻ പറയില്ല, ഇപ്പോൾ പഠനത്തിലൂടെ കണ്ടെത്തിയ 92ഓളം മൂലകങ്ങൾ നമ്മളെ മണ്ണിൽ ഓർഗാനിക് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ രാസവളം കൊടുക്കുമ്പോൾ ഈ 92ഓളം മൂലകങ്ങൾ നമുക്ക് കിട്ടില്ല. കാരണം രാസവളം ഇതുവരെ ഇപ്പോൾ ശാസ്ത്രം അത്രക്കും മൂലകങ്ങൾ നമുക്ക് വളങ്ങളായിട്ട് നമുക്ക് കണ്ടെത്തിയിട്ടില്ല. കാരണം 16ഓളം സൂക്ഷ്മ മൂലകങ്ങൾ, അതേപോലെ സെക്കൻഡറി എലമെൻറ്റ്സ്, പ്രധാന പ്രൈമറി എലമെൻറ്റ്സ്, ഇത് മാത്രം നമുക്ക് വളക്കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നു. ഇത് എൻ്റെ ഒരു അറിവ് മാത്രമാണ് കേട്ടോ. ഇത് ഇനി തിരുത്തുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണം. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങളെ കുറവൊക്കെ നല്ല രീതിയിലുണ്ടാകും. അതുണ്ടാകുന്ന എങ്ങനെയാണ്? നമ്മൾ മണ്ണിലുള്ള സൂക്ഷ്മ ജീവാണുക്കൾ നശിക്കുന്നതിലൂടെ. അപ്പോൾ നമ്മൾ രാസവളം ഏതെങ്കിലും NPK 19 നമ്മളെ മണ്ണിലിട്ട് കൊടുത്താൽ ആ മേൽഭാഗത്തുള്ള ആ ചൂടുകൊണ്ട് തന്നെ അത് അവിടെയുള്ള സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകും. ബാക്കിയുള്ളത് ഇറങ്ങിപ്പോകുന്ന ലെവലിൽ നശിക്കും. പിന്നെ നമ്മൾ ഈ ഓർഗാനിക് കാർബൺ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ നമ്മൾ രാസവളം മാത്രം മണ്ണിൽ കൊടുത്ത് കൃഷി ചെയ്യുന്നവർ എന്തായാലും കരിയിലൊന്നും പൊതറില്ല, കാരണം ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ജൈവ രൂപത്തിൽ നമ്മൾ കരിയിലതൊക്കെ പൊതടുമ്പോഴാണ് അതിലൂടെ ഓർഗാനിക് കാർബണൊക്കെ നല്ല രീതിയിൽ കിട്ടുക, സൂക്ഷ്മ ജീവനക്കൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക, ഓർഗാനിക് ആയിട്ടുള്ള പോഷകങ്ങൾ നമ്മളെ മണ്ണിൽ ഫോം ചെയ്ത് വരും ചെയ്യും. ആ ഒരു സമയത്താണ് നമ്മൾ ജൈവ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്താലും നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഗുണം കിട്ടും. മറ്റേതെന്താ വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ ജൈവവളങ്ങൾ അടിവളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ രാസവളം മണ്ണിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജൈവവളം ഇട്ട് കൊടുത്തിട്ട് യാതൊരുവിധ ഗുണം കിട്ടൂല.
കാരണം ആ രാസവളം കൊടുത്തതിൻ്റെ ഗുണം ആ കുറച്ച് ദിവസത്തിന് മാത്രം കിട്ടും. പിന്നെ ചെടികൾക്ക് ഡെയിലി പോഷകങ്ങൾ വേണം. അപ്പോൾ നമ്മൾ ഇന്ന് രാസം കൊടുത്തിട്ട് പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് രാസം കൊടുത്താൽ അതിൻ്റെ ഇടയ്ക്ക് ചെടി ആ മൂലത്തിന് ഡെഫിഷ്യൻസി നല്ല രീതിയിൽ കാണിക്കും. അതേ സമയത്ത് നമ്മൾ ജൈവവളമാണ് നമ്മൾ മണ്ണിൽ കൊടുത്തത്. ജൈവവളങ്ങൾ സ്ലോ ആയിട്ടാണ് മണ്ണിൽ കൊടുക്കുന്നത്. അപ്പോൾ ചെടികൾക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ ആ ദിവസം കാരണം നമ്മൾ മണ്ണിൽ ഈർപ്പം നിലനിർത്തിയാൽ മതി. മണ്ണിലെല്ലാം പുതട്ട് ഈർപ്പം നിലനിർത്തി കഴിഞ്ഞാൽ ആ 1.5 മാസം വരെ ചെടികൾക്ക് കിട്ടേണ്ട മൂലകങ്ങൾ ചെടികൾക്ക് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ രാസവളത്തിന് അങ്ങനെ സാധിക്കില്ല. രാസവളം നമ്മൾ കൊടുത്താൽ മാക്സിമം പോയൊരു 3-4 ദിവസം മാത്രമേ മണ്ണിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അത്രക്കൊന്നും നിൽക്കൂല കേട്ടോ. കാരണം ബാക്കിയുള്ള നമ്മൾ നനച്ചു കൊടുക്കുന്നതനുസരിച്ച് മണ്ണിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ചെടികൾക്ക് മൂലകം എങ്ങനെ കിട്ടും? പിന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കറക്റ്റായിട്ട് നമ്മൾ കൃഷി ചെയ്ത് പോകേണ്ടി വരും രാസവളം കൊടുക്കും. വെച്ചാൽ മണ്ണിലോ അല്ലെങ്കിൽ ഫോളിയോറായിട്ട് കറക്റ്റ് ആ ചെടികൾക്ക് ഡെഫിഷ്യൻസി വരാത്ത രൂപത്തിൽ നമ്മൾ കൊണ്ടായാൽ അങ്ങനെ നമുക്ക് കിട്ടും. പക്ഷേ അവിടെ നമ്മൾ ദോഷം വരുന്നത് വെച്ചാൽ നമുക്ക് ആ ഓർഗാനിക് ആയിട്ടുള്ള പോഷക ഗുണം നമ്മൾ ചെടികൾക്ക് അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ചെടികൾ അത് അമ്മക്ക് തരുള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ ഒരു ആപ്പിൾ തിന്നാൽ ആ ആപ്പിളിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം നമ്മളെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആപ്പിൾ തിന്നുന്നത്. അതിന് വേണ്ടിയിട്ടല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ എളുപ്പപ്പണി നമ്മൾ നോക്കുമ്പോൾ ചെടി അതേപോലെ എളുപ്പപ്പണി കാണിക്കില്ല. കാരണം നമ്മൾ തിന്നുന്നതിനും ആ പോഷകങ്ങൾ കിട്ടൂല. ഒന്നിന് പകരം നമ്മൾ 10 തിന്നേണ്ടി വരും. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ തിന്നുന്ന പോലെ അല്ല നമ്മളൊരു 10-20 കൊല്ലം മുന്നേ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം അന്ന് കുറച്ച് ഹെൽത്തി ഫുഡായിരുന്നു. ഇന്ന് ഹെൽത്തി അല്ലാത്ത ഫുഡാണ്. അപ്പോൾ നമ്മൾ ഇനി നമ്മളെ മക്കൾ കഴിച്ചാൽ ഒരു 10-50 കൊല്ലം കൂടി കഴിഞ്ഞാലുള്ള ജനറേഷനുകൾ ജീവിക്കുമ്പോൾ ഓല് എത്രത്തോളം ഹെൽത്തി ഫുഡ് ആയിരിക്കുമോ കഴിക്കുക. അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ആ മണ്ണിലുള്ള ജൈവാംശം നമ്മളുള്ള സ്ഥലം ഇപ്പോൾ 3 സെൻറ്റാണെങ്കിലും അത് നിലനിർത്തി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അത് കറക്റ്റ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ രാസവളം കൊടുക്കേണ്ട എന്നൊന്നല്ല. കാരണം രാസവളം പോയിസൺ ഒന്നല്ല കേട്ടോ. അപ്പോൾ രാസവളം നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ വരുന്നത്. കാരണം നമ്മൾ ഇലകളിൽ രാസവളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോളിയർ വഴി കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക. കാരണം ഞാനൊക്കെ കൊടുക്കാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് വലിയ ദോഷങ്ങൾ നമുക്ക് വരുന്നില്ല. ചെടികൾക്ക് കിട്ടേണ്ട മൂലങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഫോളിയർ വഴി നമ്മൾ കൊടുക്കുക. മണ്ണിൽ കൊടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. കാരണം നമ്മൾ മണ്ണിൽ ഓർഗാനിക് ആയിട്ടുള്ള പോഷകങ്ങൾ ഫുള്ളും നഷ്ടപ്പെടും. സൂക്ഷ്മ ജീവാണുക്കളും എൻസൈമുകളും എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അത് കറക്റ്റാക്കി കൊണ്ടുവരാൻ വേണ്ടി വെറുതെ മെനക്കെട്ടുകൊണ്ട് കാര്യമില്ല. അപ്പോൾ മണ്ണിൽ രാസവളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് കേട്ടോ. കാരണം മണ്ണിലൂടെ കിട്ടുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ മണ്ണിലൂടെ കൊടുക്കുക. കരിയിലകളായിട്ടും പച്ചിലകളായിട്ടും ഇപ്പോൾ നമ്മൾ കഴിച്ചപ്പോൾ ഒരു പഴം തിന്ന് ആ പഴത്തിൻ്റെ തൊലി മണ്ണിലേക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ ഒന്ന് അലിഞ്ഞിട്ട് ഒന്ന് വളമാവെന്ന് പറയുന്ന പോലെ തന്നെ മണ്ണിലൂടെ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് മണ്ണിലൂടെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുക. നമ്മളെ മണ്ണിൽ തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മൾ മണ്ണിൽ ജൈവാംശം കറക്റ്റായിട്ട് നിലനിൽക്കും. അപ്പോൾ നമ്മൾ കൃഷി ചെയ്താൽ അതിൽ നിന്ന് കായ്ഫലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പോഷകവും അമ്മക്കും കിട്ടും. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഞാൻ രാസവളം കൊടുക്കുന്നതിന് ഒരു രീതിയിലും എതിരല്ല കേട്ടോ. നിങ്ങൾക്ക് മണ്ണിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കുക. പക്ഷെ ഓരോരുത്തരും ചോദിക്കുന്നതിന് ഡൗട്ട് മാത്രം പറഞ്ഞു. ഞാൻ അറിയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞെന്ന് മാത്രമുള്ളൂ. അല്ലാതെ കൊടുക്കണ്ടെന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ മണ്ണിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണ്ണിൽ കൊടുക്കാം. ഇലകളിലാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇലകളിൽ കൊടുക്കാറുണ്ട്. അതിന് വലിയ ദോഷങ്ങളൊന്നുമില്ല. നമുക്ക് ഇലകളിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുത്തു പോവാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ എൻ്റെ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മിഠായി തെരുവിലാണ് വർക്ക് ചെയ്യുന്നത്. റെഡിമെയ്ഡ് മേഖലയാണ്, ഹോൾസെയിൽ റീറ്റെയിൽ. അപ്പോൾ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സീസണാണ്. അപ്പോൾ എനിക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് വരുന്നതിൽ റിപ്ലൈ നൽകാൻ കുറച്ച് നേരം വെക്കും. കാരണം എനിക്കൊന്ന് ഫ്രീ കിട്ടുന്ന സമയത്ത് മാത്രമേ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സീസൺ ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അത് വിചാരിച്ച് ആരും മെസ്സേജ് അയക്കാതിരിക്കൊന്നും വേണ്ട. എല്ലാവർക്കും ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുക. എൻ്റെ ഒരു ഫ്രീ ടൈമിൽ മാത്രമായിരിക്കും ഞാൻ റിപ്ലൈ നൽകുക. അതേപോലെ എന്നെ വിളിച്ചാലും ചിലപ്പോൾ കിട്ടിക്കൊള്ളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്